കാട്ടാനാക്രമണത്തിൽ ദമ്പതികൾ കൊല്ലപ്പെട്ട കണ്ണൂർ ആറളത്ത് വനംമന്ത്രി എ.കെ. ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേരും. മരണപ്പെട്ടവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാര തുകയിൽ നിന്നും ആദ്യ ഗഡുവായി 10 ലക്ഷം രൂപ കൈമാറും. കൊല്ലപ്പെട്ട വെള്ളി, ലീല എന്നിവരുടെ പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ്. കാട്ടാനക്കലിയിൽ 2 പേരുടെ ജീവൻ പൊലിഞ്ഞ് ആറളത്ത് പ്രദേശവാസികൾ പ്രതിഷേധത്തിലാണ്. കാട്ടാന പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് ആവശ്യം. ആറളം പഞ്ചായത്ത് ഓഫീസിൽ മന്ത്രി എ.കെ. ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സർവകക്ഷി യോഗത്തിൽ ഇക്കാര്യങ്ങൾ ചർച്ചയാകും. യോഗത്തിൽ ജില്ലാ കലക്ടർ, വിവിധ വകുപ്പുദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. കാട്ടാന ആക്രമണമുണ്ടായ പ്രദേശത്ത് തന്നെ കാട്ടാനകൾ ഇപ്പോഴും തമ്പടിച്ചിട്ടുണ്ടെന്നാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നത്. നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടെ ഭയത്തോടെയാണ് ജീവിക്കുന്നത് എന്നുള്ളതും കൂടി മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെട്ട് ഇപ്പോൾ ഫണ്ട് ഉൾപ്പെടെ ഇവിടെ വകയിരുത്തിയിട്ടുണ്ട്. ദ്രുതഗതിയിൽ തന്നെ ഈ ആനമതിൽ പണി പൂർത്തീകരിച്ച് ഇവിടെ ഒരു സുരക്ഷ ഒരുക്കിക്കൊണ്ട് ആദിവാസി സമൂഹത്തിൻ്റെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ആനമതിൽ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. ഇപ്പൊ ഇവിടെ ആനയുണ്ട്, ഓടച്ചാലിൽ ആനയുണ്ട് ഇതിനകത്ത്. മിഞ്ഞാന്ന് നമ്മളെ വീടിന്റെ യോമനിച്ച് പറഞ്ഞ എന്നോട്, അമ്മനെ നോക്കണം, നിന്റെ വീടിന്റെ മേലെ ഉണ്ട് ആനയെന്ന്. കശുവണ്ടി ശേഖരിച്ച് മടങ്ങുന്നതിനിടെയാണ് വൃദ്ധ ദമ്പതികളായ വെള്ളി, ലീല എന്നിവരെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഇവരുടെ പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ആറളത്തെത്തിച്ച് സംസ്കരിക്കും. കഴിഞ്ഞ 10 വർഷത്തിനിടെ ആറളത്ത് കാട്ടാനക്കലിയിൽ ജീവൻ നഷ്ടമായത് 14 പേർക്ക്. അതിൽ 10 പേരും ആദിവാസികൾ. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ആറളത്ത് നിന്നും ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം എം സന്തോഷ്.